എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഈ പാർട്ടി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പിണറായി വിജയന്റെ കാൽ കീഴിൽ സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ ജർമ്മനിയിലും റൊമാനിയയിലും ഒക്കെ സംഭവിച്ചതുപോലെയുള്ള ഒരു സാഹചര്യമാണ് നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കാര്യത്തിലും നിലവിലുണ്ട്. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. ആരും സ്റ്റാലിനെ വിമർശിക്കാഞ്ഞ പോലെ, ആരും ഹോണേക്കറെ വിമർശിക്കാരുന്ന പോലെ, ആരും ചൌഷസ്കുവിനെ വിമർശിക്കാരുന്ന പോലെ ഇദ്ദേഹത്തെയും ആരും വിമർശിക്കും. ഇൻസൾട്ട് ചെയ്താ നമുക്ക് വളരെ വിഷമം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പാളിച്ച സംഭവിച്ചായിട്ട് ചൂണ്ടിക്കാണിക്കും എന്ന് കരുതാൻ ന്യായം. അതിപ്പോ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കറിയാം, പാർട്ടി അനുഭാവികൾക്കറിയാം, സഹയാത്രികർക്കറിയാം, പാർട്ടി അംഗങ്ങൾക്ക് നേതാക്കൾക്കും അറിയാം ഇവിടെ എത്ര വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ആ തിരിച്ചടിയുടെ മാനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. പൊതുവെ ജനങ്ങൾക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ താല്പര്യം. കാരണം ദേശീയ നേതൃത്വം, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും BJP തമ്മിലൊരു മത്സരം. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. സ്വാഭാവികമായിട്ടും ഒന്നുകിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ BJPക്ക് എന്ന രീതിയിലായിരിക്കും ഒരു ഡിവിഷൻ വരും. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇപ്പൊ പഴയ പോലുള്ള പ്രാബല്യമൊന്നും ദേശീയ രാഷ്ട്രീയത്തിലില്ല. ഇവരിവിടുന്ന് ജയിച്ചു പോയിട്ടും അധികം ഒന്നും ചെയ്യാനില്ല എന്നൊരു തിരിച്ചറിവ് ജനങ്ങളുടെ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് സ്വാഭാവികമായിട്ടും ജയിച്ചേ തീരൂ എന്നുള്ള ചില മണ്ഡലങ്ങളിലുണ്ട്. കേരളത്തിൽ വലിയ പ്രാമുഖ്യമുള്ള പ്രാബല്യമുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെ പോലും പിടിച്ചു നിൽക്കാൻ ചെറിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള തിരുവിതാംകൂർ ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട സീറ്റ് കൊല്ലം. അവിടെ എത്ര വലിയ ഭൂരിപക്ഷത്തിലാണ് പ്രേമേന്ദ്രൻ ജയിച്ചത്. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. ഏറ്റവും അധികം LDF കാരുള്ള ഒരു മണ്ഡലമാണ് വടകര. അത് കഴിഞ്ഞാൽ കോഴിക്കോട്, അത് കഴിഞ്ഞാൽ കാസർഗോഡ്, അത് കഴിഞ്ഞാൽ പാലക്കാട്, പിന്നെ ആലത്തൂർ. ഇങ്ങനെയാണ്. ഇതിൽ ആലത്തൂർ മാത്രമാണ് LDF ജയിച്ചത്. മറ്റെല്ലാ സീറ്റുകളിലും പറയാം. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തു. അതുപോലെ LDFന് വലിയ പ്രാമുഖ്യമുള്ളൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിൽ ചെറിയ വ്യത്യാസങ്ങളിൽ പോലും LDF തോന്നി. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഈ ആലത്തൂർ പോലെ ആറ്റിങ്ങൽ പോലൊരു മണ്ഡലത്തിൽ BJPക്ക് കിട്ടിയ വോട്ടാണ്. തൊട്ടടുത്ത് തന്നെ BJP എത്തി. മൂന്നാം സ്ഥാനത്തായിപ്പോയി. എങ്കിൽ പോലും LDF സ്ഥാനാർത്ഥിയുടെ തൊട്ടടുത്ത് BJP എത്തുന്നതിൽ ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം. 7 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. കോൺഗ്രസ് ജയിച്ച BJP തിരുവനന്തപുരം മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തി. തൃശൂർ മണ്ഡലം അവരിയേടി. ഇക്കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. അതിനേക്കാൾ പ്രധാനം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ മണ്ഡലം. ആലപ്പുഴ എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ രക്തസാക്ഷികളുടെ മണ്ണാണ്. പുന്നപ്പുറയുടെയും വയലാറിന്റെയും വലിയ ചൂടുകാടിന്റെയും വലിയ പാരമ്പര്യം പേറുന്ന ആലപ്പുഴ മണ്ഡലം. അവിടെ KC വേണുഗോപാൽ ആയതുകൊണ്ട് മാത്രമാണ് ജയിച്ചത്. അവിടെ വേറെ ഏതെങ്കിലും കോൺഗ്രസിന്റെ അല്പശക്തി കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ ജയിക്കും. അത്ര വലിയ മത്സരം ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കും. പരമ്പരാഗതമായിട്ട് BJPക്ക് ശക്തിയുള്ള ഒരു സ്ഥലമല്ല ആലപ്പുഴയിൽ. എങ്ങനെ BJP ഇത്രയും മുന്നേറി? എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കായംകുളം, അതുപോലെ ഹരിപ്പാട്ടും BJP അങ്ങനെ 2ാം സ്ഥാനത്ത്. അമ്പലപ്പുഴയിലും കരുനാഗപ്പള്ളിയിലും എങ്ങനെ ആരിഫിന്റെ 100-150 വോട്ട് വരെ അടുത്തെത്താൻ കഴിയും എന്നുള്ള പ്രശ്നമാണ് പാർട്ടി പഠിക്കേണ്ടത്. അത് പഠിക്കണം. അത് പഠിക്കാതെ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തതല്ല, അവരുടെ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പഠിക്കപ്പെട്ടിരുന്ന ഒരു പ്രതിഭാസം തന്നെ. ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. അതിനെ സമഗ്രമായിട്ട് വിശകലനം ചെയ്യാനും വിലയിരുത്താൻ എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് കണ്ട് മനസ്സിലാക്കാൻ, അത് തിരുത്താനും കഴിഞ്ഞില്ലെങ്കിൽ ഏതാണ്ട് ബംഗാളിൽ അല്ലെങ്കിൽ ത്രിപുരയിലേക്ക് ഉണ്ടായ പോലെ ഒരു പ്രതിഭാസം ഇവിടെ. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായി. കാര്യമൊക്കെ ഞാൻ പറഞ്ഞ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും. കാരണം ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞ BJP. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇവിടെ ഭൂരിപക്ഷ സമുദായക്കാരുടെ വോട്ട് കൂടുതലായിട്ട് കിട്ടുന്നത് CPM-നാണ്. ന്യൂനപക്ഷങ്ങളുടെയൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി CPM ഒക്കെ വാതോരാതെ സംസാരിക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ അവർ പ്രതികരിക്കുന്ന ഭൂരിപക്ഷ വോട്ടുകൾ, ആ വോട്ടുകളിൽ എങ്ങനെ വിള്ളലുണ്ട്? അതിനേക്കാൾ ഉപരി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ മൊത്തം ആളുകളെ വെറുപ്പിക്കാൻ ഈ സർക്കാരിനെ എങ്ങനെ സാധിച്ചു എന്നുള്ളത്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, KSRTC ജീവനക്കാര്, സാമൂഹ്യ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ, അങ്ങനെ ഏത് കാലത്തും ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിഭാഗം ആളുകൾ ഇത്തവണ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് കേന്ദ്രത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടുമല്ല, മറിച്ച് ഈ ഇവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന LDFനോടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അവർ കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പറ്റില്ല, LDFന് തോൽപ്പിക്കാൻ പറ്റില്ല. കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു സാഹചര്യം വന്നിരുന്നെങ്കിൽ തൃശ്ശൂരൊക്കെ ആളുകൾ ചെയ്ത പോലെ BJPക്ക് വോട്ട് ചെയ്യുമായിരുന്നു. കാരണം ഇങ്ങനെ വോട്ട് മാറ്റി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനോടോ മറ്റേതെങ്കിലും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല, അവരെ സംബന്ധിച്ചിടത്തോളം LDFന് തോൽപ്പിക്കലാണ്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ വിധിയെഴുത്ത് ഇവിടെ ഉണ്ടായിട്ട് അതുകൊണ്ടാണ് നമ്മുടെ ഇളവരക്കാരിയും
അദ്ദേഹത്തിന്റെ പേര് തന്നെ ഭേദഗതി ചെയ്ത് കരീം ക എന്ന തൂലികാ നാമത്തിൽ മത്സരിച്ചിട്ട് പോലും 1.5 ലക്ഷം വോട്ടിന് തോറ്റത്. ഇടതുപക്ഷത്തിന് വലിയ പ്രാബല്യമുള്ള മണ്ഡലമാണ് കോഴിക്കോട്. അതുപോലെ സാമുദായികമായി എന്തൊക്കെ ചേരിതിരിവുകളുണ്ടൊക്കെ നോക്കിയില്ലേ, എന്തൊക്കെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു ഷാഫി പറമ്പലിനെതിരായിട്ട്. എന്നിട്ട് 1 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി എ വിജയരാഘവൻ. ഇന്ത്യക്ക് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ഇരുന്ന ആളാണ്. പി രാജേഷും പി രാജീവും ഒക്കെ കുറച്ച് സഭ്യമായിട്ടാണ് ഗവർണറെ കുറിച്ച് പരാമർശിച്ചത്. മറ്റു പല മന്ത്രിമാരും അതിരുകൾ കടന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. പ്രത്യേകിച്ച് നമ്മുടെ മരുമകൻ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഷട്ട് യുവർ ബ്ലഡി മൗത്ത് എന്നാണ് പറയേണ്ടത്. അത് പറയാത്തത് ഞങ്ങൾക്ക് ഗവർണറോട് ബഹുമാനമുള്ളത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. മാത്രമല്ല, ഇന്നലെയൊക്കെ ആയിട്ട് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും SFIക്കാർ ഉയർത്തിയിട്ടുള്ള ബാനറുകൾ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതിന്റെ ഭാഷ ഇപ്പോൾ വിഖ്യാതമായ എറണാകുളത്തെ മഹാരാജാസ് കോളേജ് എത്രയോ കൊല്ലത്തെ ചരിത്രമുള്ള, എത്ര വലിയ പൈതൃകമുള്ള, എത്ര വലിയ പാരമ്പര്യമുള്ള സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഉയർത്തിയിട്ടുള്ള ഫ്ലെക്സ്, ആ ഫ്ലെക്സ് അല്ല, ബാനറിലെ വാചകം നമുക്കിവിടെ ചർച്ചയിൽ പറയാൻ പറ്റും. അത്രയും നീചമായ ഭാഷയിലാണ്. സംസ്ഥാനത്തെ ഭരണത്തലവനാണ്, അതിലുപരി സർവകലാശാലയുടെ ചാൻസലറാണ്. ചാൻസലറെ കുറിച്ച് മഹാരാജാസ് കോളേജിലെ പ്രബുദ്ധരായ SFIക്കാർ ഉയർത്തിയിട്ടുള്ള ബാനർ. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. ഇവിടെ ഇതിന്റെ അപ്പുറം നടക്കുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പഠിപ്പിച്ചിരുന്ന കോളേജിൽ ഇംഗ്ലീഷിലുള്ള ഒരു ഗംഭീരമായ ബാനർ തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിന്റെ മുമ്പിലാണ്. ഇതിന്റെ വാചനം ഏതാണ്ട് ഈ രീതിയിലാണ്: യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ. നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത്. പിന്നെ ഒരു കാര്യം മനസ്സിലായി, ഡാൽ എന്ന് വെച്ചാല് ഈ വടക്കേ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന പരിപ്പാണ്, പരിപ്പ് കറി. ഇവർക്ക് ഈ പരിപ്പിന്റെ ഇംഗ്ലീഷിലുള്ള വാക്കറിയില്ല. കേരളവർമ്മ കോളേജിൽ നമ്മുടെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് എന്നുള്ളതിന്റെ മലയാളത്തിലെ അർത്ഥം, അല്ലെങ്കിൽ മലയാളത്തിന്റെ ഇംഗ്ലീഷ് തന്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്നാണ്. എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ഇംഗ്ലീഷിന്റെ നിലവാരം. ഇത് നമ്മുടെ ബിന്ദു ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ ഇംഗ്ലീഷാണ്. അവരവിടെ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അത് ശരി. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.